ഇതിപ്പം കേസ് പകുതി എത്തിയിട്ടേ ഉള്ളൂ, വാദമൊന്നും എത്തിയിട്ടില്ല. ഇനിയും എത്രയോ ഫൈനൽ വിധി വരാൻ കിടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ നിയമത്തിലെ 2-3 ക്ലോസിന് ഒരു താൽക്കാലിക സ്റ്റേ, ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ ഒരു തിരിച്ചടിയാണെന്ന് പറയുന്നത് എന്തിനെ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ ഷാഫി ചാലിന് തന്നെ ഈ വിധിയില് വലിയ വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. ഇപ്പൊ ഇന്ന് വന്ന സന്തോഷമൊന്നും കാണുന്നില്ല. അനിൽകുമാറിന് സന്തോഷമൊന്നും കാണുന്നില്ല. വേണു നിങ്ങളുടെ ആശങ്ക ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ എന്റെ കാര്യം ഇവിടെ ഞാൻ എന്ത് നിഷേധിക്കുന്നു, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന നിങ്ങളൊക്കെ തന്നെ ഇതിന്റെ അകത്ത് ഭയങ്കര ഭീകരമായ ആശങ്കയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ ഈ ആശങ്കയിൽ നിന്ന്, ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ എന്താണ് ഇതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ എനിക്കിവിടെ പറയാൻ ആഗ്രഹമുള്ളത്, അതായത് ഈ ആദ്യം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വഖഫ് എന്നുള്ളതെങ്കിൽ ദേവസ്വം ബോർഡ് പോലെ മറ്റൊരു സെറ്റപ്പ്, ഇവരുടെ മുസ്ലിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ബോഡി, ഗവൺമെന്റ് അപ്രൂവ്ഡ് ബോഡി എന്ന് മാത്രമേ ഞാൻ ഈ വഖഫിനെ പറ്റി ഉണ്ടായിരുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്നാണ് ഒരു കാര്യമുണ്ട്. ഇപ്പൊ അവിടെ ഇദ്ദേഹം പറഞ്ഞു, ദേവസ്വം ബോർഡിലെ, അതായത് അമ്പലത്തിൽ ഉഷപൂജ എപ്പോ വേണം, അല്ലെങ്കിൽ ഉച്ചപൂജ എപ്പോ വേണം, സഹസ്രനാമം വേണോ, പുരുഷസൂക്തം വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ബോഡിയിലെ ഒരു റഹ്മാനോ അല്ലെങ്കിൽ തോമസിനോ എന്താണ് കാര്യം എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം അവിടെ ചോദിച്ചത്. ബഹുമാനപ്പെട്ട ഷാഫി ചലത്തിന് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവിടെ ഏത് നിസ്കാരം വേണമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ, പള്ളിയിലെ കാര്യങ്ങളോ, നിസ്കാരത്തിന്റെ കാര്യങ്ങളോ, അല്ലെങ്കിൽ അവരുടെ ആരാധനാപരമായ കാര്യങ്ങളിലോ ബന്ധപ്പെടുന്ന കാര്യമല്ല ഇത്. ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ട് ബോഡി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതേപോലെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഡോക്യുമെന്റ്സ്, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഉണ്ട്. ഇപ്പം ഇന്ന് ഇന്ത്യയില് ഏതാണ്ട് 40,000 കേസുകളാണ് വഖഫുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, വഖഫിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 40,000 കേസുകളിൽ 31,000 കേസുകളും നോൺ മുസ്ലിംസ് കൊടുത്താണ് എതിർകക്ഷികൾ. എതിർകക്ഷി എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് ആണ്. അതിൽ 9,000 ചില്ലാണ് കേസ് മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൂ. അതായത് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ആ അവസ്ഥ ഇപ്പോഴും എനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്നു. ഈ രാജ്യത്തൊക്കെ നടക്കുമോ 95 ഭേദഗതി ചെയ്ത് വഖഫ് ബോർഡിന്റെ ഒരു തീരുമാനത്തിന്റെ ആ അതോറിറ്റി, ആ തീരുമാനത്തിനെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കോടതിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ, കോടതിയിൽ സമീപിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടവാദം ഒന്ന് ആലോചിച്ച് നോക്കത്. ഇപ്പോഴും എനിക്കത് അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിലെ കോടതികൾക്ക് ഇടപെടാൻ കഴിയാത്ത, തീരുമാനം എടുക്കാൻ കഴിയുന്ന മറ്റൊരു പാരലൽ ഒരു അതോറിറ്റി ഈ ഇന്ത്യയിൽ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഭയാനകമാണ് അവസ്ഥ, എത്ര ഭയാനകമാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് മുസ്ലിംസ്, നോൺ മുസ്ലിംസ് വേണം എന്ന് പറയുന്നതിൻ്റെ അകത്തെ കാരണം, ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആരാധനയുടെ പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിയായിട്ട് വരുന്നത്, ഈ ഡിസ്പ്യൂട്ടിന്റെ കേസുകളുടെ ഭാഗമായിട്ട് വരുന്നത് നോൺ മുസ്ലിംസ് ആണ്. അപ്പോൾ നോൺ മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു വ്യവഹാരത്തിൽ അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ആ ബോഡിയിൽ നോൺ മുസ്ലിംസും ഉണ്ടാകണം എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയല്ലേ? അല്ലാതെ ഇവർ 5 നേരം നിസ്കരിക്കണോ, അല്ലെങ്കിൽ അപ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ്, അല്ലെങ്കിൽ ആരാധന എന്താണ്, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ നോമ്പ് തുറക്കണം, എങ്ങനെ നോമ്പ് മുറിക്കണം, ഇതൊന്നും അല്ലല്ലോ അവിടുത്തെ വിഷയം. അതിൻ്റെ അകത്തൊന്നും ഈ സൂര്യന് കീഴിൽ വേറെ ആർക്കും ഇടപെടാൻ കഴിയില്ല, ചെയ്യാനും പാടില്ല. അതല്ല അതല്ല പ്രശ്നം. അവിടെ അല്ല. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരുപാട് അനീതികൾ നടക്കുന്നു എന്നുള്ളത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ നിമിഷം വരെ, ഈ 6 മാസം മുമ്പ് ഈ വിവാദം ഉണ്ടാകുന്നത് വരെ
ഞാൻ മനസ്സിലാക്കിയിരുന്നത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പോലെ മറ്റൊരു സെറ്റപ്പ് എന്ന് മാത്രമാണ്. പക്ഷെ അതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തമിഴ്നാട്ടിലെ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ക്ഷേത്രം വരെ വഖഫ് ക്ലെയിം ചെയ്ത് അവിടെ ഉള്ളവർക്കൊരു റെസിഡന്റ് സർട്ടിഫിക്കറ്റ് പോലും സർക്കാരിൽ നിന്ന് വില്ലേജ് സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇതൊക്കെ അനീതിയല്ലേ? ശരി, അതിന് സത്യത്തിൽ അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്ത് മുന്നിട്ടിറങ്ങേണ്ടത്. ഇവരെ പോലുള്ള മുസ്ലിം പോലുള്ള പ്രസ്ഥാനങ്ങളാണ് അത് ചെയ്യേണ്ടത്.